ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ മലേഷ്യയിൽ നിന്ന് നമ്മുടെ സച്ചിയുടെ രണ്ട് ഫ്രണ്ട്സ് അല്ല, നമ്മുടെ സച്ചിയുടെ വണ്ടിയിൽ കയറി രണ്ട് പാസഞ്ചേഴ്സ് വരികയാണ്. അപ്പൊ അവര് വന്നു, അവര് മലേഷ്യക്കാരാണ്. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും പിന്നെ മലേഷ്യക്കാരല്ലേ, ശ്രുതിയുടെ അയൽവാസികളാണ്. അപ്പൊ ശ്രുതിയുടെ ഒക്കെ നാട്ടുകാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിനെ ഒന്ന് പരിചയപ്പെടുത്തണല്ലോ. അപ്പൊ ശ്രുതിനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോയേക്കാണ്. അയ്യോ, ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ പെട്ട് നിൽക്കാൻ കേട്ടോ. ഇനി എന്ത് ചെയ്യും? അവിടെ നാട്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും, എന്ത് പറഞ്ഞു നിൽക്കും, അതൊന്നും അറിയത്തില്ല. ആകെപ്പാടെ വെളുത്ത് നിൽക്കുന്ന ഒരവസ്ഥ. ശ്രുതി ഇതേ നിന്റെ നാട്ടുകാർ വന്നിരിക്കുന്നടി, നിന്റെ അയൽവാസി വന്നിരിക്കണേ ഇന്നടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് ചെന്നു റൂമിലേക്ക് ചെന്ന് കയറിയതും നമ്മുടെ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കാം, എൻ്റെ സംസാരം അതില്ലാണ്ടാക്കണം. അതായത് ഞാൻ സംസാരിക്കാതിരുന്ന അവർക്ക് എന്നോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, എനിക്കൊന്നും അങ്ങോട്ട് പറയാനും പറ്റത്തില്ല. അതിനെന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് അയ്യോ എനിക്ക് പല്ലുവേദന എടുക്കുന്നേ, അയ്യോ ഭയങ്കര വേദനയാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, ഇങ്ങനെ പൊത്തി പിടിച്ചേക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര ചെന്നിട്ട് എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വരിക, അവിടെ മലേഷ്യക്കാരൊക്കെ ഉണ്ട് രണ്ടുപേരും. അപ്പൊ അങ്ങോട്ടേക്ക് വരിക സുധിയും അത് നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും വർഷയും ശ്രീകാന്തും സച്ചി രേവതിയൊക്കെ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പൊത്തിപ്പിടിച്ചപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് ചന്ദ്ര ചോദിക്കാം. ഇവർക്ക് എന്തോ പറ്റിയ കാര്യമായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ പറ്റിയത്, എന്താ മോളെ ചോദിച്ചപ്പോഴത്തേക്കും എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെ ആംഗ്യം പറയുന്നുണ്ട്, ഒന്നും സംസാരിക്കുന്നില്ല. സച്ചി രൂക്ഷമായിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അതിരൂക്ഷമായിട്ട് നോക്കുവാണ്, ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കുക. എന്താണ് ഇവളുടെ അടവടുത്തതെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ഇത് അടവാണെന്ന്. അതിൽ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ നിനക്ക് പല്ലുവേദനയാണോ? അപ്പൊ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇത്ര പെട്ടെന്ന് പല്ലുവേദന വരാൻ കാരണം എന്താ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, ചന്ദ്ര നീ ഒരു കാര്യം ചെയ്യുക, കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്, അവളെ തന്നെ വിടേണ്ട, നല്ല പല്ലുവേദന അല്ലേ എന്ന് പറഞ്ഞപ്പം ശ്രുതി ആംഗ്യം കാണിക്കുക, വേണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന്. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ടോ. വർഷ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അമ്മ ഇപ്പൊ വരുമൊന്നും വേണ്ട, ഞാൻ കൊണ്ടുപോക്കാളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വർഷ പോയി ഒരുങ്ങിയിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു ബാ പോകാന്ന് പറഞ്ഞു. ശ്രുതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് കൂത്തി വീഴേണ്ടി വരികയാണ്. അങ്ങനെ നമ്മുടെ വർഷയും ശ്രുതിയും കൂടെ പോയി. ഈ സമയത്ത് മലേഷ്യക്കാരൻ വന്നു കേട്ടോ. മലേഷ്യക്കാരിങ്ങനെ സംസാരിച്ചു, എന്ത് ചെയ്യാനാ, ബാക്കി കാര്യങ്ങളൊന്നും തിരക്കാനൊന്നും പറ്റിയില്ല. മലേഷ്യക്കാര് കുറച്ചേരം അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിയും കൂടി ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ താടിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ആലോചിക്കുക, എന്തായിരിക്കും അല്ല ഇത്ര പെട്ടെന്ന് പല്ലുവേദന വരുമോ? സാധാരണ പല്ലുവേദന വരുവാണെങ്കിൽ അത് പതുക്കെ പല്ല് കേടായത് ചെറിയ വേദന, പിന്നൊരു വേദന, അങ്ങനെ പതുക്കെ അല്ല വേദന. ഇത്ര പെട്ടെന്ന് ഒരു വേദന ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഇതൊക്കെ അവളുടെ അടവല്ലേ മോളെ രേവതി, അവളെ പഠിച്ച കളി പേരും കള്ളി, അവളുടെ അടവാ ഇതൊക്കെ, അവളെ അടവിറക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ സച്ചേട്ടാ, അതേടി ഇത് അടവ് തന്നെയാ, എങ്കിലും വേദനയാന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ അടവ് കാണിക്കൂലേ? നിനക്ക് അവളെ അറിയാൻ മേലാഞ്ഞിട്ട് അവൾ ആരാന്നാ നിന്റെ വിചാരം? അവൾ ഇവിടുന്ന് തടി തപ്പാൻ വേണ്ടി തന്നെ, അവൾ മലേഷ്യക്കാരിയല്ല ഒരു ഉലേഷ്യക്കാരിയല്ല, അവളുടെ കള്ളത്തരം നമുക്ക് പുറത്ത് കൊണ്ടുവരണം. അപ്പൊ ഈ സമയത്ത് വർഷം കൊണ്ടുപോയേക്കാണല്ലോ നമ്മുടെ ശ്രുതിനെ. അപ്പൊ ശ്രുതി വഴിക്ക് വെച്ച് പറയുന്നുണ്ട് വേണ്ട വേദന കുറവുണ്ട് പോകണ്ടെന്നൊക്കെ. വർഷം സമ്മതിച്ചില്ല. വർഷം പറഞ്ഞു വേദനയല്ലായിരുന്നു ചേച്ചിക്ക്, നല്ല വേദനയല്ലായിരുന്നു. അപ്പൊ ചേച്ചി അങ്ങനെ ഒന്നും പറയല്ല, വേദനയാ ഭയങ്കര വേദനയാ, അതുകൊണ്ട് ചേച്ചി അങ്ങനെയൊന്നും പറയണ്ട, ചേച്ചി കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഹോസ്പിറ്റലിൽ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം, ചെക്കപ്പ് ചെയ്യാം, അപ്പം കറക്റ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഉന്തി തള്ളി അങ്ങനെ ഒരു ദന്തൽ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ തന്നെ പറഞ്ഞു അത് പിന്നെ ഇത് എൻ്റെ ഏടത്തിക്ക് ഭയങ്കര പല്ലുവേദനയാ, ശ്രുതി ചേച്ചിക്ക് ഭയങ്കര പല്ലുവേദനയാ, എന്താണെന്നറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ വാ വിളിക്കാൻ പറഞ്ഞപ്പം എനിക്ക് മരുന്നൊന്നും വേണ്ട ഡോക്ടറെ, എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട, എനിക്ക് മരുന്ന് തന്നാൽ മതി, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരുന്ന് തരണമെങ്കിൽ എനിക്ക് നോക്കണമല്ലോ, നോക്കാതെ മരുന്ന് തരാൻ പറ്റത്തില്ലല്ലോ, വാ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വാ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കേടുള്ള പല്ല് ഇരിക്കുക.
ഏതായാലും ശ്രുതി പോലും അറിയാതെ ആ ഒരു പല്ല് അവിടെ ഒളിച്ച് ഇരിപ്പുണ്ടായിരുന്നത് നന്നായിട്ടോ. അങ്ങനെ ആ ഡോക്ടർ പറയാ, അയ്യോ ഒരു കേടുള്ള പല്ലുണ്ടല്ലോ, ആ പല്ലായിരിക്കും നന്നായിട്ട് വേദന എടുക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പല്ല് പറിക്കാന്ന്. സമ്മതിക്കുവോ ശ്രുതി? ശ്രുതി പറഞ്ഞു, വേണ്ട, എന്റെ പല്ല് പറിക്കണ്ട, എനിക്കിപ്പൊ വേദന ഇല്ലാന്ന് പറഞ്ഞപ്പം, അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, പല്ല് പറിച്ചേ പറ്റത്തുള്ളൂ, പല്ല് പറിക്കണം. ഈ പല്ല് അവിടെ ഇരുന്ന് ദ്രവിച്ച് അതിങ്ങനെ ഇറങ്ങി 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 മോണയ്ക്ക് പ്രശ്നമാകും, പഴുപ്പ് ഒരു ഭയങ്കര പ്രശ്നമാകും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യുക, ശ്രുതി അടുത്ത് പറയുന്നൊന്നും നോക്കണ്ട, പല്ല് അങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ചു, പല്ലും അങ്ങ് വലിച്ചു പറിച്ചു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പല്ലുവേദനയായിട്ട് പോയ നമ്മുടെ ശ്രുതിയുടെ ഒറിജിനൽ പല്ല് പോകേണ്ടി വരുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ആകപ്പാടെ വിളറി വെളുത്ത് വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങനെ പല്ലും പറിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും, എന്താ മോളെ പറ്റിയത്, എന്തായിരുന്നു ഇത്ര വേദന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനേവതി മുഖത്തോട് മുഖമൊക്കെ നോക്കി നിന്ന് ചിരിക്കാനട്ടോ, രണ്ടുപേർക്കും അറിയാം. പക്ഷെ നമ്മുടെ വർഷ പറഞ്ഞു, അതേ നമ്മുടെ ശ്രുതി ചേച്ചിയുടെ പല്ലൊരെണ്ണം കേടായിരുന്നു, അതങ്ങ് പറിച്ചു എന്ന്. അയ്യോ, ഇത് കേട്ടത് ചന്ദ്രയ്ക്ക് അങ്ങ് വിഷമായി പോയിട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞേ, ചെന്ന ഉടനെ പല്ല് പറിച്ചോ, അത് കൊള്ളാലോ. കേടുള്ള പല്ലും പല്ലു വേദനയും. അതെ, എന്താണെന്ന് അറിയത്തില്ല പൗഡർ എടുത്ത് മലേഷ്യക്കാർ വന്നപ്പോ തന്നെ ഇത്ര പെട്ടെന്ന് പല്ലുവേദന വരാൻ കാരണം, ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നീ എന്തിനാ കിടന്ന് ചുമ്മാ കൊച്ചിന്റെ പല്ലെടുത്തിട്ട് അവളുടെ മെക്കിട്ട് കയറുന്നത്, മോള് ഒരു കാര്യം ചെയ്യും, മോള് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ശ്രുതിനെ കയറ്റിവിടുക. ശ്രുതിയാണെങ്കിൽ വല്ലാത്ത പല്ലുവേദനയൊക്കെ ആയിട്ട് ചുമ്മാ ഇരുന്ന നമ്മുടെ ശ്രുതിയാണ് പോയി പല്ലെടുത്തത്. ഏതായാലും പല്ലുവേദനയൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഏതായാലും ശ്രുതിയുടെ ഒരു പല്ല് പോയെങ്കിലും തൽക്കാലം കള്ളത്തരത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് പറയാം, എങ്ങനെയൊക്കെയോ തപ്പി രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഇതങ്ങനെ വെറുതെ വിട്ടാല് അവള് വീണ്ടും വീണ്ടും നുണകൾ പറഞ്ഞു കൂട്ടും. അതുകൊണ്ട് രേവതി, ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിക്കാൻ പോവുക. ഇപ്പോഴത്തേക്ക് എന്താ സച്ചേട്ടാ, എന്ത് കാര്യമാ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ വർഷ അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ വർഷ ചോദിച്ചു, എന്താ രേവതി അടുത്ത് സച്ചേട്ടൻ പറയുന്നത്? എനിക്കറിയില്ല മോളെ എന്താണെന്ന്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷെ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിനെ റൂമിൽ കൊണ്ടുപോയിട്ട്, അതേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, നമ്മളെല്ലാം കൂടി മലേഷ്യക്ക് പറക്കാൻ പോവാ. മലേഷ്യയിലേക്കോ? അതെന്തിനാ സച്ചേട്ടാ? എടി, ഏതായാലും ഇവിടെ നിന്നുകൊണ്ട് പാററേട്ടത്തി മലേഷ്യക്കാരിയാണോ എന്നറിയാൻ പറ്റത്തില്ല, നമുക്ക് സത്യമെല്ലാം വെളിയിൽ കൊണ്ടുവരണം. ആദ്യമേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഭാമയാന്റിയോട് ചോദിക്കാൻ പോകാം. ഭാമയാന്റി വഴിയാണല്ലോ ഈ പറയുന്ന പാർലറേടത്തി എന്റെ അമ്മേനെ പരിചയപ്പെട്ടത്, ആ വഴിയാണല്ലോ വിവാഹം നടത്തിയത്. അപ്പൊ ഭാമയാന്റിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമോ, നമുക്കൊന്ന് പോയി ചോദിക്കാന്ന് പറഞ്ഞ് രേവതിയായിട്ട് സച്ചി ചെല്ലാണ്. അവിടെ ചെന്നു നമ്മുടെ രേവതിനെ സച്ചിനെ സ്വീകരിച്ച് ഭാമയകത്ത് കയറ്റി ഇരുത്തി. ഭാമയ്ക്ക് വലിയ ഇഷ്ടമാട്ടോ ആൾക്കാരൊക്കെ വരുന്നത്, കാരണം ഭാമയുടെ വീട്ടിലെ മക്കളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെ കയറ്റി അവിടെ ഇരുത്തുന്നു. അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ രേവതിക്കും സച്ചിക്കും ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ രേവതി സച്ചി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ശ്രുതിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ഏതായാലും ചക്കിക്കൊത്ത ശങ്കരനെ തന്നെയാണല്ലോ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഭാമയാന്റി. അല്ല, ശ്രുതിയടത്തി മലേഷ്യക്കാരിയാണല്ലോ. ശ്രുതിയടത്തിന് എങ്ങനെയാണ് അമ്മേനെ പരിചയപ്പെടുത്തി കൊടുത്തത്, എങ്ങനെയാണ് ശ്രുതിയടത്തിയായിട്ട് ഈ പറയുന്ന ഭാമയാന്റിക്ക് പരിചയം എന്നൊക്കെ സച്ചു ചോദിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, അത് പിന്നെ അവൾ ഒരു ദിവസം ഇവിടെ എനിക്ക് മെസ്സാജ് ചെയ്യാൻ വേണ്ടി വന്നു. എനിക്കൊരു ദിവസം ഭയങ്കര വേദനയായിരുന്നേ, ഈ മുതുക് ഭയങ്കര വേദന. അപ്പൊ അവളെ ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി വന്നു. ഒരു ദിവസം വന്നു, 2 ദിവസം വന്നു. നന്നായിട്ട് മസാജ് ചെയ്യാൻ അറിയാം. നമ്മുടെ എന്താ പറയാ, മാനസിക പിരിമുറുക്കം വരെ ഈ മസാജ് കൊണ്ട് മാറി കിട്ടും. അങ്ങനെ സ്ഥിരം ഇവിടെ വരവായി. അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും ചന്ദ്ര കണ്ടു. ചന്ദ്ര അങ്ങനെ ഇവളെ പരിചയപ്പെട്ടു. എന്നിട്ട് ഒരു ദിവസത്തെ നമ്മുടെ ശ്രുതി ഭയങ്കര കരച്ചിലിരുന്നു. അപ്പൊ ചന്ദ്ര ചോദിച്ചു, എന്താ മോളെ പറ്റിയെന്ന്. അപ്പോഴത്തേക്കാണ് ശ്രുതി പറയുന്നത്, എന്റെ അച്ഛൻ മലേഷ്യയിലാണുള്ളത്, എന്റെ അച്ഛൻ വലിയ കോടീശ്വരനാണ്, എന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി, ഇപ്പം എന്റെ അമ്മയ്ക്ക് പകരം ഒരു എന്നെക്കാളും കുറച്ചും കൂടെ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് താമസിക്കുകയാണ്, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു സിങ്ക്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് പാവം തോന്നി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ, അപ്പം മലേഷ്യക്കാരിയാണെന്ന് ഉള്ള ഒരു ഇത് അറിയത്തില്ലായിരുന്നല്ലേ ഭാമയാന്റിക്ക്. എന്റെ അമ്മേനെ പരിചയപ്പെട്ടപ്പോഴാണ് മലേഷ്യക്കാരിയാണ് ശ്രുതിയടത്തിന്ന് ഭാമയാന്റി അറിഞ്ഞത്. അതെ, ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞത്. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടെ മുഖം നോക്കിയിട്ടോ. അപ്പൊ അവിടെ ഉറപ്പായി, ഏതായാലും നമ്മുടെ ഭാമയ്ക്ക് മലേഷ്യക്കാരിയാണെന്ന് അറിയത്തില്ല ശ്രുതി. അപ്പൊ എന്തൊക്കെയോ സംതിങ് പ്രോബ്ലം ഉണ്ടേ. നേരെ നമ്മുടെ സച്ചി രേവതി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. അല്ല, അന്ന് മീരയോട് ചോദിച്ചപ്പോഴത്തേക്കും മീര
കുറെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു, അവർ കളിക്കൂട്ടുകാരായിരുന്നു, അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടെന്ന്. ഏതെല്ലാം അതൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ചോദിക്കാം. അപ്പൊ നമുക്കറിയാം ഈ കളിക്കൂട്ടുകാരികള് തമ്മിലുള്ള ബന്ധം എന്താണെന്നും. കളിക്കൂട്ടുകാരിയാണെങ്കിൽ മലേഷ്യയിലാണ് നമ്മുടെ ശ്രുതിയേടത്തി വളർന്നതും ഒക്കെ, ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോഴത്തേക്കും അത് മീരയ്ക്ക് അറിയുമായിരിക്കുമല്ലോ. അതുമാത്രമല്ല, അത് റിവെഞ്ച് ചെയ്ത് പറയുമ്പോൾ തെറ്റുന്നുണ്ടോ, മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ എന്നൊക്കെ രേവതി നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പം സച്ചേട്ടാ ശരിയാവോ? ശരിയാകുന്നേ, നീ അങ്ങോട്ട് ചെല്ല്. ഏതായാലും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പരീക്ഷണം എന്ന്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ മീരനെ കാണാനായിട്ട് രേവതി പോവാണ്. അപ്പൊ രേവതി അവിടെ ചെന്നു. രേവതിനെ കണ്ടത് മീരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ രേവതിയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നു, ചോദിക്കുന്നു. അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മുടെ രേവതി ആ വിഷയം അങ്ങോട്ട് എടുത്തിടുകയാണ്. നിങ്ങൾ തമ്മിലുള്ള പരിചയം എന്താ, നിങ്ങൾ നല്ല കൂട്ടുകാരാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അത് നമ്മുടെ മീര പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ ഒന്നും കൂടി മീര പറയുന്നതെന്ന് അറിയണമല്ലോ. പക്ഷേ മീരയാണെങ്കിൽ പറയുന്നതിന്, അതായത് നേരത്തെ പറയുന്നതിനോടൊന്നും യാതൊരു സാമ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ തന്നെ കാര്യം പിടികിട്ടി നമ്മുടെ രേവതിക്ക്. എന്തോ സംതിങ് ഉണ്ട്, ഇത് ശരിയല്ല എന്ന് മനസ്സിലായി. അബ്ബപ്പ വെക്കുന്നുണ്ട്, മുക്കുമൂളുക ചെയ്യുന്നുണ്ട്. എല്ലാം ആദ്യം പറഞ്ഞ പോലെ അല്ല പറയുന്നത്, എല്ലാം ഒന്ന് വ്യത്യസ്തപ്പെടുത്തിയൊക്കെയാ പറയുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി രേവതി ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്തോ ഉണ്ട് സച്ചേട്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ രേവതി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം, നീ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് നമ്മുടെ സച്ചി കുറെ ഫോംസ് ഒക്കെ ആയിട്ട് വരികയാണ്. കുറെ ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഫോമൊക്കെ ആയിട്ട് വരുന്നു. ഫോമൊക്കെ ആയിട്ട് വന്ന് അതെല്ലാം ഫില്ലൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, മലേഷ്യക്ക് എല്ലാവർക്കും ട്രിപ്പ് പോകുവാനുള്ള ഒരു ചെറിയൊരു പാസ്പോർട്ടൊക്കെയാണ്. അപ്പൊ എല്ലാവരുടെയും ഒരു ഫോം ശ്രീകാന്തിന്റെ കൈ കൊടുക്കുന്നു. ഒരെണ്ണം നമ്മുടെ ശ്രുതിക്ക് ഒരെണ്ണം നമ്മുടെ ചന്ദ്രയ്ക്ക്, അങ്ങനെ രവീന്ദ്രന്, വർഷയ്ക്ക്, അങ്ങനെ എല്ലാവർക്കും ഒരു ഫോം ഒക്കെ കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ്. അപ്പൊ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ട്രിപ്പ് പോകണം. അതെ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ഒന്നും പോയിട്ടില്ലല്ലോ, മലേഷ്യക്ക് പോകാൻ എനിക്കൊരു ആഗ്രഹം. എന്നാൽ പിന്നെ നമുക്ക് മലേഷ്യക്ക് പോകാം, എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാം മലേഷ്യക്ക്. നമുക്ക് മലേഷ്യയിൽ പോയി, നമ്മൾ എത്ര നാളായി ട്രിപ്പൊക്കെ പോയിട്ട്, മലേഷ്യയിൽ പോയി മൊത്തം ചുറ്റിയൊക്കെ കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊന്നും നമ്മുടെ ചന്ദ്ര സമ്മതിച്ചില്ല. ചന്ദ്ര പറഞ്ഞു അതൊക്കെ ഭയങ്കര ചെലവല്ലേ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെയാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അത് എന്ത് ചെലവ്, നമുക്ക് ഇവിടുന്ന് പോകുന്ന ചെലവല്ലേ ഉള്ളൂ, അവിടെ ചെന്നാൽ എന്ത് ചെലവാ അമ്മയുള്ളത്, അമ്മയുടെ മരുമകളുടെ വീടല്ലേ അവിടെ, കോടീശ്വരികളിൽ കോടീശ്വരനായ ഒരു അച്ഛനില്ലേ, ജയിലിലാണെങ്കിലും അവിടെ റിലേറ്റീവ്സ് ഒക്കെ ഇല്ലേ, കസിൻസ് ഒക്കെ ഇല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത് വെച്ചപ്പോഴത്തേക്ക് ഓ ശരിയാണല്ലോ സച്ചി നീ പറയുന്നത് എന്നപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ഓർക്കുന്നത്. ആഹാ, അത് കൊള്ളാത്ത അടിപൊളിയായിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും മലേഷ്യക്ക് തന്നെ വിട്ടുപിടിക്കാം. എന്റെ ദൈവമേ, ശ്രുതിക്കങ്ങ് അടിമുടി ചൊറിഞ്ഞ് കേറിയില്ലേ, ഒന്നേം കൊണ്ടേ ഈ സച്ചി പോകത്തുള്ളൂ, ഈ സച്ചി കാരണം എനിക്ക് സൗകര്യം കിട്ടത്തില്ല എന്ന മട്ടിൽ ഇങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കാലി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് അതൊക്കെ വേണോ, അവിടെ ചെന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ഭയങ്കര പൈസയൊക്കെ ആവൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വർഷ പറയുന്നത് ഏതായാലും എന്ത് പൈസ ആവാനാ, അതെ എന്റെ അച്ഛനൊരു ചെറിയ കോടീശ്വരനായി ഇവിടത്തെ, എന്റെ അച്ഛനൊരു 2-3 വണ്ടിയൊക്കെ ഉണ്ട്, അവിടുത്തെ മലേഷ്യയില് വലിയ കോടീശ്വരനായ ശ്രുതിയെടുത്തയുടെ അച്ഛൻ ഒരു 10-12 വണ്ടി കാണത്തില്ല, അതിൽ ഏതെങ്കിലും എടുത്തോണ്ട് നമുക്ക് പോയാൽ പോരെയെന്ന്. ആഹാ, അമ്പടി ചിന്തിന്നാക്കണീന്ന് വെച്ചുകൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞു ശരിയാ, വർഷ പറഞ്ഞത് ശരിയാ, എന്നാ പിന്നെ ഫിക്സ്ഡ്, നമ്മള് മലേഷ്യക്ക് പറക്കുന്നു. അയ്യോ, ശ്രുതി വീണ്ടും ചങ്കത്ത് കൈയും വെച്ച് നിൽക്കുക. എന്റെ ദൈവമേ, എന്തായി തീരുന്നൊന്നും അറിയില്ലല്ലോ, എന്റെ ഈശ്വര എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് ആകെപ്പാടെ കുരുക്കിലിപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ സച്ചിയും രേവതിയും ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ മലേഷ്യക്ക് പോകുമോ, അതോ അതിനു മുമ്പ് എന്തെങ്കിലും ട്വിസ്റ്റ് ഒക്കെ സംഭവിക്കുമോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ കഥ നാളെയും മറ്റന്നാളും ഒക്കെ വരാൻ പോകുന്ന കഥയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ്. എല്ലാ ദിവസവും നമ്മൾ ഫുൾ വിശേഷവുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയും അതുപോലെ നമ്മുടെ നയനുടെയും ആദർശിന്റെയും കഥയുമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ മിസ് ചെയ്ത് കളയാതെ സപ്പോർട്ട് ചെയ്യുക, കാണുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു. അപ്പൊ നല്ലൊരു ഞായറാഴ്ചയൊക്കെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ് കേട്ടോ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ.